എന്തായി? ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. നീ ഒരെണ്ണം കൊണ്ടുണ്ട്, അത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? ആ, രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റുകയില്ല. നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ബെല്ലിന്ന് ഇവിടെ നിന്നോ, വീട്ടിലേക്ക് വിളിച്ചു പറ വരില്ലാന്ന്. ബെൽത്താസർ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ജിജി മോൾ, ബെൽത്താസറിന്റെ ഫ്രണ്ടാ. ഓ, മനസ്സിലായി. എങ്ങനെ? ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ? ആ, വരും. ബെൽ. ജിജിമോൾ. ജിജിമോൾ ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നാ ചെയ്യാനാ? ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ വിളിച്ചപ്പോ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറെ നേരം നിന്നായിരുന്നു. അയ്യോ, ഇതാ ഫയലും. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ഛന് കൂടുതലായി. പിന്നെ ഈ ട്രിപ്പിളിലും പരിപാടിയൊക്കെ ആയിട്ട് ആകെ. ഓ, അപ്പൊ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് ഇപ്പൊ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ഛനെവിടെ? ആ മുറില വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ടേ. എന്നതിന്? എടി, അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ബെൽ എന്നുള്ള വിളി കേട്ട് അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചാൻ. ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് ഒക്കെ എണീറ്റിരിക്കും. വാ. ഇതെന്നതാ? അത് അച്ഛൻ എന്നെ വിളിക്കാനുള്ളൊരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകത്തില്ലേ? എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളോട് വന്നേ. നീ ആരുടെ ഐഡിയ? എൻ്റെ തന്നെ. അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഓടിച്ചില്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിൻ്റെ ഉസ്താദാ. ഏയ്, നമ്മളൊരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ. പേടിക്കണം. എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, എനിക്കിന്ന് ഇവിടെ നിൽക്കണം. അച്ഛന് ട്രിപ്പ് ഇട്ടേക്കുമല്ലേ? സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിൽ അനിയത്തി ഒറ്റയ്ക്ക. ചേച്ചി മോളെ, ഒരു 20 മിനിറ്റ്സ് ആണ്. ഈ ട്രിപ്പ് തീരുമ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം. ഓക്കെ. വാ. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം. എൻ്റെ പൊന്ന് ജിജി, ഒന്ന് വന്നേ വേഗം. അച്ഛൻ ഓക്കെ.
മെടുക്കനാട്ടോ. വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പോൾ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അതെന്താ? മാഡം എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ട്. മാഡം ഒന്നും വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ ഭയങ്കര രസമാണ്. സെലന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയാ. എൻ്റെ മമ്മിയുടെ പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, തന്നെ പോലെ ഒരാൾ. അയാളാണ് എനിക്ക് ഈ പേരിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. അതിനാ സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെ മമ്മി അറിഞ്ഞിട്ട പേരാ. ഇത് നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിൽക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോൾ റാണിയാണ് സൂചി നിൽക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, കുറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്. അച്ഛനെയാണോ ബലരാജാവ് എന്ന് ഉദ്ദേശിച്ചത്? ആ, അറബിടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിൻ്റെ. അങ്ങനെയൊക്കെ ചെയ്യുമോ അയാൾ? ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പായിരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എങ്കിൽ ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്നലെ 5-ന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ. ഉള്ള സ്ഥലം ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞൊരു ലോൺ എടുത്ത് ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കല്ലേ? ഒന്നുമില്ല. ശരി എന്നാ, ശരി. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ്, എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഇല്ല ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു 3-4 കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു, പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി.
എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4-5 ലക്ഷം രൂപ വേണം ചേട്ടനെ ഇപ്പം ഇറക്കാൻ. വ്യക്തമായിട്ട് പറ, 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പിളും എല്ലാം കൂടെ ഒരു 1 രൂപ വരുമായിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. ഏയ്, തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. ഇപ്പൊ പ്രശ്നമല്ലേ സോൾവ് ആയില്ലേ? ആ, പക്ഷേ ഈ പൈസ ഞാൻ ഏയ്, സാലറി അഡ്വാൻസ് ആയിട്ട് കൂട്ടിക്കോ. ബാക്കി പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. സലണ എന്തേ കാണിക്കുന്നത്? സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. ഈ കിടപ്പേ കിടപ്പ് ഭയങ്കര കമ്പിയ. ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നില്ല. അതിന് അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. എങ്ങനെ എന്തോ വിൽപ്പത്രമൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ. അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയില്ലേ? അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. സോറി. നീ എന്തിനാ അയാളെ കെട്ടാൻ പോയത്? ആ കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, അയാൾ പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ച് പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്. ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഞാനില്ലേ ഇപ്പൊ കൂടെ. എൻ്റെ പിമ്പായിട്ടായിരിക്കും. അതെന്നെ വർത്താനോ അതല്ലേ പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? ഞാൻ നിന്നെയും കെട്ടിയാലോ? ബെല്ലിന് ഇപ്പോഴും പിള്ളേർ കളി മാറിയിട്ടില്ല. നേരത്തെ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, വെറുതെ പറഞ്ഞല്ല. ചേച്ചിമോളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ നിന്നേ പോയി. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, സുഖമായിട്ട്.
ഇതുപോലെ കൊതിച്ച് കൊതിച്ച് ഞാൻ അച്ഛനോട് ഇറങ്ങിപ്പോന്നു. പക്ഷെ വീട്ടിൽ വളർത്തുന്നൊരു പട്ടിയുടെ വില പോലെ. പിന്നെയും പിന്നെ പറയുന്നേ, അത് വിട്. നമുക്കിങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഹാപ്പി ആയിട്ട് പോവാം. ബെല്ലനൊരു കാര്യം അറിയോ, ഞാൻ എത്ര പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എന്നാ മണ്ടത്തരോ അതൊക്കെ? ഈ യെല്ലോ സച്ചായനായാലും വേറെ എന്നാ വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുമല്ലേ വേണ്ടേ? അയാളുടെ അടുത്ത് അങ്ങനെ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. എന്നിട്ടോ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞാൽ ചെയ്തിട്ട് എന്നാ കാര്യം? എന്നാ നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? അതിൽ കാര്യമില്ലേ? നീ എന്നെ പറയുന്നേ? മേഴ്സി കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. ഒരുമിച്ച് ജീവിക്കാന്ന് വല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിൽ അതിനതല്ലാതെ വേറെ വഴിയില്ല. എന്നാ പറ്റിയച്ചാ? ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്.